ഡോക്ടർ നിഷ നജുമുദ്ദീൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിഷ, നമ്മൾ സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ പറയുന്ന ആരെങ്കിലുമൊക്കെ അനുവദിച്ച് കിട്ടേണ്ടതാണ് എന്ന് കരുതുന്ന സ്ത്രീകൾ ഒക്കെ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കിടയിലും പൊതു സദസ്സുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നിഷയ്ക്ക് പുരുഷ കമ്മീഷൻ എന്ന ഇവരുടെ വാദത്തിൽ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, വിശദീകരിക്കാമോ? സ്ത്രീ പുരുഷൻ ഒരു 2 ജെൻഡേഴ്സ് ആണ്. നമ്മുടെ നാട് നോക്കിയാൽ ഇന്ത്യ ഒട്ടാകെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം സൊസൈറ്റി, അതായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം അല്ലേ. അപ്പോ കുറച്ചുകൂടി ഗേൾസ് അല്ലെങ്കിൽ ഫീമെയിൽസ് അല്ലെങ്കിൽ വുമൻ അല്ലെ സ്ത്രീകൾക്ക് വന്ന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചു മുമ്പ് ശ്രീധുനു സാർ പറയുന്നത് പോലെ തന്നെ വൾണറബിൾ സെക്ഷൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ SC ST അത് മാത്രമല്ല വുമൻ ആൻഡ് ചിൽഡ്രൻ ഓൾസോ ഇസ് ദർ. അവിടെ മെൻസിനെ പറ്റി അല്ലെങ്കിൽ പുരുഷന്മാരെ പറ്റി പറയുന്നില്ല. പക്ഷെ അത് വന്നിട്ട് ദാറ്റ് ഇസ് ബിക്കോസ് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സിറ്റുവേഷൻ അനാലിസിസ് നോക്കുമ്പോൾ സ്ത്രീകൾ ഒത്തിരി ബാക്ക്വേർഡ് ആയിരുന്നു. അവരെ മുന്നേറ്റത്തിൽ കൊണ്ടുവരുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം കൊണ്ട് ആയതുകൊണ്ട് മാത്രമാണ് എംപവർമെന്റ് ആകട്ടെ, സമൂഹത്തിലെ സപ്പോർട്ട് ആകട്ടെ എല്ലാം തന്നെ വന്നത്. പക്ഷെ നമ്മളിപ്പോൾ 21st സെഞ്ചുറിയിലാണ് ജീവിക്കുന്നത്. അപ്പോ ഒരു പുരോഗമനം എന്ന് പറഞ്ഞ വളരെ അത്യാവശ്യമായ കാര്യം. ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ഒരു പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ പീഡനം ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കൊല ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു, അതൊന്നും അല്ല. വളരെ പ്രാക്ടിക്കൽ ആയിട്ടും പ്രായോഗികമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാൻ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു മെൻസ് കമ്മീഷൻ വേണം, കാര്യം മെൻസിന് പുരുഷന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട്. എനിക്ക് രാഹുലിനോട് എതിർപ്പൊന്നുമില്ല. അതേപോലെ ഇവിടെ ദിനു അദ്ദേഹത്തിന് വാദങ്ങൾ പറഞ്ഞു. ഇവിടെ ദിവ്യ മാഡം ആകട്ടെ അവരുടെ വാദങ്ങൾ പറഞ്ഞു. അതൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ വളരെ പ്രാക്ടിക്കലായ കാര്യങ്ങളും വളരെ ശരിയായി തോന്നുന്ന കാര്യങ്ങളും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പുരുഷ കമ്മീഷൻ പുരുഷന്മാർ എന്ത് തോന്നിവാസം കാണിച്ചാലും അത് സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വന്ന് പോലീസിനടുത്ത് പോകാം, കോടതിയിൽ പോകാം, മനുഷ്യാവകാശ കമ്മീഷനിൽ പോകാം, കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ പുരുഷന് വന്നിട്ട് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യാജ പരാതിയോ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോകാൻ ഒരു സ്ഥലമില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പുരുഷ കമ്മീഷനോട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പുരുഷൻ എന്ത് തോന്നിവാസം ചെയ്യാൻ പറഞ്ഞിട്ടല്ല. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജെൻഡേഴ്സിനെയും ഒരേപോലെ കാണുക എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ ചെറിയ പെൺകുട്ടികൾ, ചെറിയ ആൺകുട്ടികൾ അല്ലെ, ഒരു അമ്മയ്ക്ക് 2 മക്കളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്. 2 കണ്ണിൽ കൃഷ്ണമണി പോലെയാണ് ആ അമ്മയ്ക്ക് 2 മക്കളും. അത് പെണ്ണാകട്ടെ ആണാകട്ടെ. നമ്മുടെ വീട്ടകങ്ങളിൽ അങ്ങനെ ആയിരുന്നോ? ഇപ്പോഴും എല്ലായിടത്തും അങ്ങനെ ഒരു സമത്വം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കിട്ടുന്നു എന്ന് നിഷയ്ക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ വീട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ കാണുന്ന 2 മക്കളും 2 കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അമ്മ കാണുന്നത്. അപ്പൊ തന്നെ മകളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ മകൻ എന്ത് സംഭവിച്ചാലും പെൺകുട്ടികൾ ജനിക്കുമ്പോ കൊന്നുകളയുന്ന സംഭവങ്ങൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ മുൻപൊന്നും അല്ല. ആരും പറഞ്ഞില്ല. ഈ പറഞ്ഞ ഞാൻ ഈ സ്ത്രീകൾക്കെതിരെ എന്തൊക്കെ നടന്നു, അതുപോലെ തന്നെ പുരുഷന്മാർക്കെതിരെ എന്തൊക്കെ നടന്നുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോ ഗ്രീഷ്മയുടെ കാര്യം എടുത്തു നോക്കാം, ഒന്നും വേണ്ട. നമ്മുടെ അഭയ സിസ്റ്ററിന്റെ കാര്യം എടുത്തു നോക്കാം. അവരൊരു സ്ത്രീയാണ്, പക്ഷെ അവരാരെ പോലെ ചെയ്തത്? അവിടെ പുരുഷൻ മാത്രമല്ലല്ലോ, സ്ത്രീ കൂടെ ചേർന്നിട്ടല്ലേ കൊള്ളരാതെ കാണിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാക്ടിക്കലായിട്ട് 2 ജെൻഡേഴ്സിനെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം. ഒരു ജെൻഡറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുകയും അടുത്ത ജെൻഡറിനെ അല്ല, അവര് സ്ത്രീകൾ കുറ്റവാളികളാകുന്ന കേസുകളിൽ ശിക്ഷ വിധിക്കാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ ശിക്ഷയിൽ നിന്ന് നമ്മുടെ നിയമ സംവിധാനത്തിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹം തമ്മിലായിരുന്നു വാദം. അത് നിങ്ങൾ ഈ ചാനൽ, അത് ഈ ന്യൂസ് 8 ചാനലായിരുന്നു. അതെന്താ പറഞ്ഞ, അതൊരു സ്ത്രീ, അതൊരു പെൺകുട്ടിയല്ലേ? ഞാൻ ചോദിക്കട്ടായോ, പെൺകുട്ടി തോന്നിവാസം കാണിച്ചാലും കൊള്ളരാമ കാണിച്ചാലും തെറ്റും കുറ്റവും ക്രൈം ആവുന്നില്ല. അത് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ശിക്ഷയിൽ ഒരു ഇളവും ലഭിച്ചില്ല. മാത്രവുമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്ര പ്രണയ കൊലപാതകങ്ങൾ, പ്രണയമെന്ന് സാധാരണ ഉപയോഗിക്കുന്ന വാക്കായിട്ട് ഉപയോഗിക്കുക, പ്രണയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. ആ കേസുകളിലൊന്നും ഇങ്ങനെ വധശിക്ഷ വിധിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ആ കേസിൽ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് കൂടുതൽ വലിയ ശിക്ഷ ലഭിച്ചു എന്നതായിരുന്നു അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. 2021-22 റിപ്പോർട്ട് ഇറങ്ങിയായിരുന്നു സുപ്രീം കോടതിയിലേക്ക്. ഇതുപോലെ നാഷണൽ മെൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോൾ ഒരു റിപ്പോർട്ട് ഇറങ്ങിയായിരുന്നു. ആ റിപ്പോർട്ട് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ കപ്പിൾസില് 1,60,000 മേലെ സൂയിസൈഡുകൾ ഉണ്ടായിരുന്നു. ഡൊമസ്റ്റിക് പുരുഷന്മാർക്ക് കമ്മീഷൻ വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ അതെന്തുകൊണ്ടാണ്? അപ്പൊ അവരുടെയൊക്കെ പരാതികൾ, അവരുടെയൊക്കെ ആ ഒരു സങ്കടം എവിടെ അഡ്രസ് ചെയ്യും? ഒന്നുമില്ല. റീസെന്റ് അതുൽ സുഭാഷിന്റെ കാര്യം, ഒരു ഐ ടി എംപ്ലോയി അതുൽ സുഭാഷിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യ എന്താ അദ്ദേഹത്തിനോട് ചെയ്തത്?
അപ്പോ അങ്ങനെയുള്ള ആൾക്ക് നീതി കിട്ടണ്ടായോ? അപ്പൊ നമ്മളിവിടെ ആണും പെണ്ണും അല്ല, ഇവിടെ നമ്മൾ 1000 പുരുഷന് 1040 സ്ത്രീകളുള്ള ഇടമാണ്. ആ അനുപാതത്തിൽ സ്ത്രീകളിൽ കുറ്റവാളികൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എവിടെയെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ എന്തായാലും താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി മാളവിക ബിനീഷ്, അല്പം വൈകിയാണ് താങ്കളിലേക്ക് എത്തുന്നത്. താങ്കൾക്ക് നേരത്തെ പോകണമെന്ന് അറിയിച്ചിരുന്നതുമാണ്. പക്ഷേ നോക്കൂ, നമ്മുടെ സ്ത്രീകളിൽ പോലും പുരുഷ കമ്മീഷൻ വരട്ടെ, അവർക്ക് കുറച്ച് സമത്വമായിക്കോട്ടെ എന്ന് കരുതുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോഴും വീട്ടകങ്ങളിൽ പോലും സമത്വം എന്നത് ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളുമുണ്ട്.